ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഒരു സ്പെഷ്യൽ വിഭവം ഉണ്ടാക്കിയാലോ. നമുക്കിന്ന് മാമ്പഴ ഹൽവ ഉണ്ടാക്കാം. അതിന് വേണ്ടി ഞാൻ നല്ല പഴുത്ത മാങ്ങ, മൂവാണ്ട മാങ്ങയാണ് എടുത്തത്. നല്ല മൂവാണ്ട മാങ്ങ, നല്ല പഴുത്തത്. ഏത് മാങ്ങയായാലും നിങ്ങൾ പഴുത്തതായിരിക്കണം. നാരുകളുള്ളത് വേണമെങ്കിൽ നമുക്ക് അരിച്ചെടുക്കാം. ഞാൻ അരിച്ചിട്ടൊന്നുമില്ല കേട്ടോ, എന്ന് വെച്ചാൽ ഫൈബർ കിട്ടുന്ന അത്രയും നല്ലതല്ലേ. അപ്പം ഞാൻ മാങ്ങ ഒരു 5 മാങ്ങ എടുത്തിട്ടുണ്ട്. 5 മാങ്ങ നല്ലതുപോലെ മിക്സിക്കകത്ത് അടിച്ചിട്ട് വെച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പം ഇതാണ് സംഗതി. ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, മാമ്പഴ ഹൽവയുടെ മെയിൻ മാങ്ങ. പിന്നെ ഞാൻ മാക്സിമം ഹെൽത്തി ആയിട്ടാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഴിക്കുന്നവർ നിങ്ങൾക്കും അത് കഴിക്കാൻ എന്താ ഹെൽത്തിയാണ് അതനുസരിച്ച് ഞാൻ ഓരോ മാക്സിമം, എല്ലാം ഇല്ലെന്ന് എല്ലാം പറയത്തില്ല, ഇല്ല മാക്സിമം. അപ്പം ഞാൻ ഈ മാമ്പഴ ഹൽവയ്ക്ക് പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് പഞ്ചസാര യൂസ് ചെയ്യാം കേട്ടോ, എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ അത് ശർക്കരയാണ്, കുറച്ച് ശർക്കര എന്ന് വെച്ചാൽ മാമ്പഴം നല്ല മധുരമുള്ള മാമ്പഴമാണ്. അതുകൊണ്ട് ശർക്കരയുടെ അളവ് ഞാൻ വളരെ കുറച്ച്, എനിക്കൊന്നൊരു 4 സ്പൂൺ കാണും എല്ലാം കൂടെ കേട്ടോ. നിങ്ങൾക്ക് പഞ്ചസാര പൊടിച്ച് ആഡ് ചെയ്യാം, ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. ഓക്കെ. പിന്നെ വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കട്ട കെട്ടാതെ ഇതുപോലെ ഞാൻ കലക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കോൺഫ്ലവറിന് പകരം മൈദ യൂസ് ചെയ്യാം, അരിപ്പൊടി യൂസ് ചെയ്യാം, പിന്നെന്തോ ചെയ്യാം, കസ്റ്റാർഡ് പൗഡർ യൂസ് ചെയ്യാം. ഓരോരുത്തർ ഓരോ ഇഷ്ടം അനുസരിച്ച്. ഇത് എന്തുപോലും നല്ല കട്ട കെട്ടാതെ നമ്മൾ ഇങ്ങനെ വെള്ളത്തിൽ കലക്കി വെച്ചേക്കണം. പിന്നെ ഇതിനകത്ത് ചേർക്കാൻ നട്ട്സ് പൊടി ഞാൻ പൊടിച്ചിട്ടുണ്ട്. നട്ട്സും ഈ നമ്മുടെ എന്താ പറയുന്നത് ബദാമും കൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതിന് പീസാക്കി ഇടാം. ക്രഷ് ചെയ്യുന്നതനുസരിച്ച് ഓരോ വലിപ്പമനുസരിച്ച് ഞാൻ പിന്നെ ഇച്ചിരി ഒന്ന് പൊടിച്ചു. അപ്പോൾ അത് ഞാൻ ചെയ്ത് വെച്ചു. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. പിന്നെ നമുക്ക് നെയ്യ്, ആവശ്യമുള്ള നെയ്യ്. അപ്പോൾ തുടങ്ങില്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഏത് പാത്രത്തിലാണ് ഈ മിശ്രിതം നമ്മൾ എടുക്കുന്ന ആ പാത്രത്തിൽ ഞാൻ സ്റ്റീൽ പാത്രം എടുത്ത് അതിനകത്ത് നെയ്യ് പുരട്ടിയതാണ്. പിന്നെ അതിനകത്ത് നമുക്ക് ഈ പൊടി കുറച്ചൊന്ന് ആഡ് ചെയ്തേക്കാം. നിങ്ങൾക്ക് നട്ട്സ് ചേർക്കാം, പിന്നെ ബദാം ഇടാം, പിന്നെ അതുപോലെ റൈസിൻസ് ആഡ് ചെയ്യാം. ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ച് ചെയ്യും കേട്ടോ. അതിൽ വെളുത്ത എള്ള ആഡ് ചെയ്യാം. അപ്പം ഞാനിത് ഈ ബദാമും നട്ട്സിൻ്റെയും കുറച്ച് പൊടി. ഓക്കെ. പിന്നെ നമുക്ക് പാൻ അടുപ്പിൽ വെച്ചു. ഞാൻ 1 സ്പൂൺ നെയ്യ് ആഡ് ചെയ്തു, ഒറ്റ സ്പൂൺ കേട്ടോ. നെയ്യ് ആഡ് ചെയ്തിട്ട് നമുക്ക് ഈ മാങ്ങയുടെ പൾപ്പ് ഇതിനകത്ത് ആഡ് ചെയ്യാം. അപ്പോൾ ഈ മാങ്ങയുടെ പൾപ്പ് ജസ്റ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അറിയോ? ഈ ശർക്കരയുടെ പൊടി ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം. ഇപ്പം നെയ്യും മാങ്ങയും ശർക്കരയും കൂടെ കിടന്ന് നല്ല സൂപ്പറായിട്ട് ഒന്ന് ഇതാവട്ടെ. അപ്പം ഞാൻ ശർക്കര എല്ലാം ഇതിനകത്ത് ആഡ് ചെയ്തു. അപ്പം നമ്മുടെ ഈ ഹൽവ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഈ ഇളക്ക് ഇച്ചിരി സമയമുണ്ട്, ബാക്കിയൊക്കെ എളുപ്പമാണ്, ഈസിയാണ്. പിന്നെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇതൊന്നും ഒരു പാടേ അല്ല. അപ്പം ഇത് നമുക്ക് ഈ ശർക്കരയും നെയ്യും മാങ്ങ പൾപ്പും എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ആവട്ടെ. നിങ്ങൾക്ക് ഈ ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ ആരെയും പുഷ് ചെയ്യത്തില്ല. പക്ഷേ പഞ്ചസാരയുടെ നമുക്ക് മാക്സിമം ഷുഗർ കുറയ്ക്കുന്നതാണ് നല്ലത്. ശർക്കര ഇതിനൊട്ടും പുറകൊന്നുമല്ല, എന്നാൽ തന്നെ ഉള്ളത് ഭേദം, അത്രയേ ഉള്ളൂ. മധുരം ആഡ് ചെയ്യാതിരിക്കുന്നത് ഏറ്റവും നല്ലത്. നല്ല പഴുത്ത മാങ്ങയാണെങ്കിൽ അത് തന്നെ. അപ്പോൾ ഞാൻ കാണിക്കുമ്പോൾ പിന്നെ ഇതൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം ശർക്കര വേണമെങ്കിൽ, അല്ല പഞ്ചസാര ആഡ് ചെയ്യാം. ഇനി ഇത് നമുക്കൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ഇനി എന്തോ ചെയ്യണം അറിയും, ഈ കോൺഫ്ലോർ കലക്കിയത് കൂടെ ആഡ് ചെയ്യാം. ഇനി നമുക്ക് കട്ട കെട്ടാതെ ഇളക്കണം. കോൺഫ്ലോർ നല്ല തിക്കായിട്ട് വരും. അതെല്ലാം ഒരുപോലെ ആക്കിയിട്ട് ചെറിയ തീയിലിട്ടാൽ മതി കേട്ടോ. ഞാൻ ഇളക്കുന്ന മൊത്തം ഷൂട്ട് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ, നിങ്ങൾക്കറിയാമല്ലോ അതൊക്കെ. അപ്പം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സ്പൂൺ നെയ്യൂടെ ആഡ് ചെയ്ത് ഇനി നമുക്ക് ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന സാധനം ഇല്ലേ, അത് കുറച്ച് ആഡ് ചെയ്യും. അത് നമുക്കിതിലൂടെ, ഇതൊക്കെ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ നല്ല ടേസ്റ്റാണ് മാങ്ങയുടെ ഇതല്ലേ, ഹൽവയ്ക്ക് നല്ല ടേസ്റ്റ്. വേണമെങ്കിൽ മാത്രമാണ്. ഞാൻ ഈ വലിയ പീസാക്കി വെച്ചത്, അതായത് പീസ് ചെയ്യുമ്പം മുറിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഞാനത് പൊടിച്ചത് കേട്ടോ. മൊത്തത്തിൽ ഞാൻ ഇട്ടേക്കാം.
നല്ലതുപോലെ ഇളക്കി ഇളക്കി വറ്റിക്കാം. നമ്മുടെ മാങ്ങ ഹൽവയുടെ അവസാന ഘട്ടത്തിലേക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതുപോലെ വിട്ട് വരണം സൈഡിൽ നിന്ന് കണ്ടോ. ഞാൻ 1 സ്പൂണ് നെയ്യൂടെ ആഡ് ചെയ്ത്, മൊത്തം ഞാൻ 3 സ്പൂൺ നെയ്യാണ് ആഡ് ചെയ്തത് കേട്ടോ. 3 സ്പൂൺ നെയ്യ്. കുറച്ചുകൂടെ ഒക്കെ ആഡ് ചെയ്യാൻ നല്ലതാ. നെയ്ക്കകത്ത് ഇങ്ങനെ വഴണ്ട് വരും. അപ്പം നമ്മൾ ഈ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ടു പോരണം. കുറച്ചുകൂടെ കിടക്കട്ടെ കേട്ടോ. കണ്ടോ ഇങ്ങനെ ആയി വരുന്നുണ്ട്. അപ്പം നമ്മുടെ ഫൈനൽ ഇതിലേക്ക് വന്ന് കണ്ടോ, എല്ലാം വിട്ട് പിടിക്കാതെ ഉരുണ്ട് കണ്ടോ. ഇതാണ് പരുവം. ഇതിനകത്ത് മധുരം സ്വല്പം കുറവുണ്ടെന്ന് ഒഴിച്ച് ബാക്കി നല്ല സൂപ്പർ കേട്ടോ. ശർക്കരയൊന്നും ഒരു കുഴപ്പവും ഇല്ല. പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് ശർക്കര യൂസ് ചെയ്യാം. നമുക്ക് ഡയബറ്റിക് പേഷ്യൻസ്, നമ്മുടെ വീട്ടിലുള്ള രോഗികളെല്ലാം പരിഗണിച്ച് ചെയ്യണ്ടേ. അപ്പോൾ അവർക്കെല്ലാം കഴിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ഹൽവയാണ് ഇത്. അപ്പം പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് ശർക്കര യൂസ് ചെയ്യുന്നതാണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് വേണം കുറച്ചുകൂടി ശർക്കര ആഡ് ചെയ്യാം, പക്ഷേ ഇവിടെ തൽക്കാലം ഈ മധുരം മതി. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഞാൻ ആദ്യം എടുത്ത പാത്രത്തെ മാറ്റി വേറൊരു പാത്രത്തിൽ എടുത്ത് വെച്ചിരുന്നു. അപ്പം ഉരി കറക്റ്റായിട്ട് വന്നപ്പം കുറച്ചേ ഉള്ളൂ. കണ്ടോ, ഇതാണ് ഇതിൻ്റെ പരുവം. അതുപോലെ ഞാൻ മാമ്പഴ പുളിശ്ശേരി ഇട്ടിട്ടുണ്ട് ചാനൽ കേട്ടോ. നിങ്ങളൊന്ന് പോയി കാണാം. അമേസിങ് എന്ന് വെച്ചാൽ അമേസിങ്. അതുപോലെ ഒരു വിഭവമാണ് ഇതും. അപ്പം നമുക്ക് പാത്രത്തിലേക്ക് ഒഴിക്കാം. അപ്പം നമുക്ക് ഈ പാത്രത്തിനകത്തോട്ട് ഈ മിശ്രിതം ഒഴിക്കാം. അങ്ങനെ വരട്ടെ. കണ്ടോ, നല്ലതുപോലെ ഒഴിച്ച് നിരപ്പാക്കണം. ഇതാണ് നമ്മുടെ മാംഗോ ഹൽവ. കണ്ടാൽ തന്നെ കൊതി വരും അല്ലേ. വളരെ ഹെൽത്തിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷം ഈ ഇങ്ങനെയുള്ള വിഭവങ്ങൾ നിങ്ങൾക്ക് തരുമ്പം. നമ്മൾ എന്തോ പറയുന്നത്, ഭംഗിക്ക് വേണ്ടി നമുക്ക് കൂടുതൽ പഞ്ചസാര ആഡ് ചെയ്യാം, പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യാം. പക്ഷേ ഇത് തന്നെ ഡയബറ്റിക്കാർക്കോ പ്രായമുള്ളവർക്കോ കുഞ്ഞുങ്ങൾക്കോ എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ടാപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ ഫൈനൽ മാമ്പഴ ഹൽവ ഇങ്ങനെ ഞാൻ സ്പൂൺ വെച്ച് ജസ്റ്റ് ഇങ്ങനെ നിരത്തി ഇട്ട്. ഇനി നമുക്കെന്തോ ചെയ്യണം പറയുക, ഒരു 5 മണിക്കൂർ 4 മണിക്കൂറെങ്കിലും മിനിമം ഒന്ന് തണുപ്പിക്കാൻ വെക്കാം. ഓക്കെ. അപ്പം നമ്മുടെ ഹെൽത്തി മാംഗോ ഹൽവ റെഡി. അപ്പം നമുക്ക് തണുപ്പിച്ച് കഴിയുമ്പോൾ കാണാം. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ മാമ്പഴ ഹൽവ ഇതാ റെഡിയായി കഴിഞ്ഞു. ഞാനൊരു 2.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇളക്കിയിട്ട് കേട്ടോ, തിരിച്ചിട്ട്. അപ്പം നല്ല പെർഫെക്റ്റ് മാമ്പഴ ഹൽവ റെഡി. നല്ല ഹെൽത്തിയാണ്, പെർഫെക്റ്റ് മാമ്പഴ ഹൽവയെ. ഇനി നമുക്ക് പീസായിട്ട് മുറിക്കാം. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ പീസൊക്കെ ആയി. നല്ല സൂപ്പർ, എന്തൊരു എന്താ പറയുക, നല്ല സോഫ്റ്റ് ഹൽവയാണ്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. ഞാൻ വളരെ എന്തോ പറയുന്നത്, സന്തോഷത്തോടും വളരെ സിൻസിയറിറ്റിയോടെ പറയുക, നിങ്ങളുടെ വളരെ ഹെൽത്തിയാണിത്. പഞ്ചസാര യൂസ് ചെയ്യാതെ ശർക്കരയിലിട്ട് ചെയ്ത വളരെ ഹെൽത്തി ആയിട്ടുള്ള മാംഗോ ഹൽവ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, വാച്ച് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.